Hi all, good evening. So നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസിന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ്, അതായത് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിന്റെ തന്നെ ആദ്യത്തെ 2 മോഡ്യൂൾസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ബാക്കിയുള്ള 3 മൊഡ്യൂൾസിലേക്കാണ്, ബാക്കിയുള്ള 3 മൊഡ്യൂൾസിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ദീപാവലിയൊക്കെ ആയിട്ട് എല്ലാവരും സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നോ? സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞോ? നിങ്ങളും കൂടെ ആൻസർ ചെയ്യണം കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുമ്പോഴും നിങ്ങൾ അതിന്റെ ആൻസറുകൾ പറയാ, എന്നിട്ട് നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസറിലേക്ക് പോകാം. ഓക്കെ, നമുക്കൊരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഇനി ആരെങ്കിലും ക്ലാസ്സിൽ കയറാനുണ്ടെങ്കിൽ 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്ന എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, എനിവേ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇനിയിപ്പം ദീപാവലി ആഘോഷമായതുകൊണ്ട് ഇനിയും അധികം ആരും ജോയിൻ ചെയ്യില്ലായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ പ്രൈമറി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വിഷൻ ആൻഡ് മിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പൊ ഓർഗനൈസേഷനിലെ വിഷനും മിഷനും ഒക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ട് വിഷനെയും മിഷനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് വൺ, എ നോക്കിക്കേ. ദ വിഷൻ ഔട്ട്ലൈൻ organization's short-term objective while mission describe its long-term goals. The mission define the organization's purpose and core activity while the vision outline the future direction and aspirations. Then the vision focus on internal operations whereas mission focus on external stakeholders. The last statement, mission statement is aspirational while vision provide concrete steps to achieve goals. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഇപ്പം 2-3 പേര് ജോയിൻ ആയിട്ടുണ്ട് അല്ലെ? നമ്മൾ ഫസ്റ്റ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് വിഷൻ ആൻഡ് മിഷൻ, വിഷനെയും മിഷനെയും പറ്റി കറക്റ്റ് ആയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണെന്നൊന്ന് പറഞ്ഞേ. നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എല്ലാവരും ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്യണേ. എല്ലാവരും പറയണേ. എല്ലാവരും നിങ്ങൾക്ക് ഒരു എക്സാമിന് മുന്നേ ഉള്ളൊരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് പോലെ ഇതിനെ കണ്ടാൽ മതി. അപ്പൊ നമുക്ക് തെറ്റുന്നത് എവിടെയാണെന്നൊക്കെ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ. ആദ്യം വിഷനും മിഷനും എന്താണെന്ന് അറിയണം അല്ലെ? വിഷനും മിഷനും എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. എപ്പോഴും ഓർക്കുക, വിഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ലോങ് ടേം ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ആസ്പിറേഷൻ, ഫ്യൂച്ചർ ഡയറക്ഷൻ. നമ്മൾ ഒരു 10 വർഷം കഴിഞ്ഞ് എവിടെ എത്തണം അല്ലെങ്കിൽ നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്നാണ് വിഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. മിഷൻ എന്ന് പറഞ്ഞാൽ ആ ഗോളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വിഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള നമ്മുടെ ഓരോ ചെറിയ 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 ടാസ്കുകളായിട്ട് നമുക്ക് മിഷനെ പറയാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ക്ലിയർ ആയിട്ട് അതിന്റെ ഒരു ഡിഫറൻഷിയേഷൻ മനസ്സിലാകുമ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മിഷൻ ഡിഫൈൻ ഓർഗനൈസേഷൻസ് പർപ്പസ് ആൻഡ് കോർ ആക്ടിവിറ്റി വൈൽ വിഷൻ ഔട്ട്ലൈൻ ദി ഫ്യൂച്ചർ ഡയറക്ഷൻ ആൻഡ് ആസ്പിറേഷൻ. വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേർ ദ ഓർഗനൈസേഷൻ വാണ്ട്സ് ടു ഗോ, അതാണ് വിഷൻ. ഓർഗനൈസേഷൻ എവിടെ എത്തിച്ചേരണം, നമുക്ക് എവിടെ എത്തിച്ചേരണം എന്നുള്ളതാണ് വിഷൻ സ്റ്റേറ്റ്മെന്റ്. മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ഇറ്റ് പ്ലാൻസ് ടു ഗെറ്റ് ദെയർ, അതാണ് മിഷൻ. എങ്ങനെ നമ്മൾ അവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് മിഷൻ. ഇപ്പോ ഒരു പാത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വിഷനിലേക്ക് എത്തിച്ചേരാനുള്ള പാത്ത് ആണ് മിഷൻ. നമ്മൾ പറയത്തില്ലേ ആ മിഷൻ അക്കംപ്ലിഷ് ആയി. നമുക്ക് ഓരോ മിഷൻ കാണും. അപ്പൊ ഈ മിഷൻ അക്കംപ്ലിഷ് ആയാൽ അടുത്ത മിഷൻ, അങ്ങനെ ഓരോന്ന് അക്കംപ്ലിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലി ഒരു നമ്മുടെ ആ ഒരു അൾട്ടിമേറ്റ് ഗോളിലേക്ക് എത്തിച്ചേരുന്നത്. വിഷൻ എന്ന് പറയുന്നത് ഡ്രീം ഓഫ് ദി ഓർഗനൈസേഷൻ. സോ നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നുള്ളതാണ് വിഷൻ. മിഷൻ എന്ന് പറഞ്ഞാൽ ദ പാത്ത്, എങ്ങനെ ആ വിഷനിലേക്ക് എത്തിച്ചേരാം, അതാണ് മിഷൻ. അപ്പൊ ഓർഗനൈസേഷന്റെ കോർ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും നമ്മൾ ആ മിഷനിൽ പറയുന്നത്. ഓക്കെ, സോ നോക്കിക്കേ,
വിഷൻ ഈസ് യുവർ ഡ്രീം ഡെസ്റ്റിനേഷൻ. എ പിക്ചർ ഓഫ് വെയർ യു വോണ്ട് യുവർ കമ്പനി ടു ബി. അതാണ് വിഷൻ. മിഷൻ എന്ന് പറഞ്ഞാൽ ഇസ് യുവർ ഗെയിം പ്ലാൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റൂട്ട് ദാറ്റ് ഔട്ട്ലൈൻ ഹൗ യു വിൽ ഗെറ്റ് ദെയർ. എങ്ങനെ നമ്മുടെ വിഷൻ, നമ്മുടെ ആ ഡ്രീമിലേക്ക് എങ്ങനെ എത്തിച്ചേരണം, അതാണ് മിഷനിൽ പറയുന്നത്. അപ്പൊ വിഷനും മിഷനും ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ചോദ്യത്തിന്റെ ആൻസർ കിട്ടും. ബാക്കിയൊക്കെ നേരെ തിരിച്ചാ കൊടുത്തേക്കുന്നത് അല്ലെ, ബാക്കിയൊക്കെ നേരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓർഗനൈസേഷണൽ ബിഹേവിയർ പ്രൈമർലി ഫോക്കസ് ഓൺ ദ സ്റ്റഡി ഓഫ്. ഇത് വേഗം ആൻസർ ചെയ്യാമല്ലോ, സിമ്പിൾ ചോദ്യമാണ് അല്ലെ. ഇത് നമ്മുടെ തൊട്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. ഓർഗനൈസേഷൻ ബിഹേവിയർ പ്രൈമർലി ഫോക്കസ് ഓൺ ദ സ്റ്റഡി ഓഫ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ OB എന്ന് പറയുന്നത് എന്തിന്റെ സ്റ്റഡിയാണ്? മെഷീൻ ആൻഡ് സിസ്റ്റംസ് ഇൻ ഓർഗനൈസേഷൻ, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ വിത്തിൻ ഓർഗനൈസേഷൻ, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻ ഓർഗനൈസേഷൻ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. നമുക്ക് വേഗം കിട്ടും അല്ലെ, നമുക്ക് അറിയാവുന്നതാണ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ യെസ്, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ വിത്തിൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താ? ഓർഗനൈസേഷൻ അകത്തുള്ള ഇൻഡിവിജ്വൽ ബിഹേവിയറും ഗ്രൂപ്പ് ബിഹേവിയറും, അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോ ഒരു ഓർഗനൈസേഷൻ അകത്ത് ഒരുപാട് ആളുകളുണ്ട്, ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ബിഹേവിയർ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരുടെയും മോട്ടിവേഷനും പെർസെപ്ഷനും ആറ്റിറ്റ്യൂഡും ലേണിങ്ങും ഇങ്ങനെ ഓരോ ഫാക്ടറും നമ്മൾ പഠിക്കും. ഇനി ഇതേപോലെ ഗ്രൂപ്പ് ബിഹേവിയർ ഉണ്ടല്ലേ, അതായത് ഒരാൾ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുമ്പോൾ അയാൾ ബിഹേവ് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല ഒരു ഗ്രൂപ്പിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഈ ഇൻഡിവിജ്വൽ ബിഹേവിയറും ഗ്രൂപ്പ് ബിഹേവിയറും ആണ് നമ്മൾ ആക്ച്വലി ഓർഗനൈസേഷൻ ബിഹേവിയറിനകത്ത് പഠിക്കുന്നത്. യെസ്, ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following is a theory related to understanding individual behavior in organization? ഓർഗനൈസേഷൻ അകത്ത് ഇൻഡിവിജ്വൽ ബിഹേവിയർ നമുക്ക് പഠിക്കാനായിട്ട്, ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ മനസ്സിലാക്കാനായിട്ട് നമുക്കിതിൽ ഏത് തിയറിയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇൻഡിവിജ്വൽ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തിയറി ഏതാണ്? Maslow's need hierarchy, Herzberg two-factor theory, McGregor theory, X and theory Y, and all of the above. എല്ലാവരും ആൻസർ ചെയ്തോ കേട്ടോ, എല്ലാവരും ആൻസർ ചെയ്യണേ. ഓക്കെ, ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഈ തിയറീസ് എല്ലാം, ഇതെല്ലാം ഈ എല്ലാ തിയറീസും നമ്മൾ പഠിക്കുന്നത് ഇതെല്ലാം നമ്മുടെ മോട്ടിവേഷൻ തിയറീസാ അല്ലെ. നമ്മൾ ഈ കണ്ടു മാസ്ലോയുടെ നീഡ് ഹെയറാർക്കി, ഹെർസ്ബർഗിന്റെ ടു ഫാക്ടർ തിയറി, മക്ഗ്രിഗറുടെ തിയറി, എക്സ് ആൻഡ് തിയറി വൈ, ഇതെല്ലാം മോട്ടിവേഷൻ തിയറീസ് അല്ലേ. അപ്പോ ഇതെല്ലാം ഇൻഡിവിജ്വൽ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതല്ലേ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എല്ലാം ഈ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ തിയറീസും ഇൻഡിവിജ്വൽ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരും. കാരണം ഇതെല്ലാം നമ്മുടെ മോട്ടിവേഷൻ തിയറിയിൽ നമ്മൾ പഠിക്കുന്നതാ. മാസ്ലോയുടെ നീഡ് ഹെയറാർക്കിയിൽ നമ്മൾ എന്താ പറയുന്നേ? ഒരു ഇൻഡിവിജ്വലിന്റെ നീഡ് എന്ന് പറയുന്നത് 5 ലെവലുകളിലായിട്ടാണ്. ഓരോ ലോവർ ലെവൽ നീഡ് അയാൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോഴും അടുത്ത ഹയർ ലെവൽ നീഡിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. ഇനി ഹെർസ്ബർഗിന്റെ ടു ഫാക്ടർ തിയറിയിൽ പറയുന്നത് എന്താ? ഒരാളുടെ മോട്ടിവേഷനെ എഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്, ഹൈജീൻ ഫാക്ടേഴ്സും മോട്ടിവേറ്റേഴ്സും. ഈ 2 ഫാക്ടേഴ്സും ഉണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത് ഹൈജീൻ ഫാക്ടേഴ്സും വേണം, മോട്ടിവേറ്റേഴ്സും വേണം. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഡിസാറ്റിസ്ഫൈഡ് ആകാതിരിക്കാൻ വേണ്ടുന്ന ഫാക്ടേഴ്സ് ആണ് ഹൈജീൻ ഫാക്ടേഴ്സ്. ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈഡ് ആയി പോകും. എന്ന് വെച്ചാൽ അത് മോട്ടിവേറ്റ് ചെയ്യിക്കുന്നില്ല. ഇനി എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ട ഫാക്ടേഴ്സ് ആണ് മോട്ടിവേറ്റേഴ്സ്. ഇത് രണ്ടിലും, അതായത് ഹൈജീൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, മോട്ടിവേറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ ഈ 2 ഫാക്ടേഴ്സും ഒരു ഓർഗനൈസേഷൻ അകത്ത് വേണം, എന്നാലേ അവര് മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ.
അപ്പൊ അതും അവരുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതല്ലേ. ഇനി മക്ഗ്രിഗറുടെ തിയറി എക്സ് ആൻഡ് തിയറി വൈ, അവിടെ എന്താ പറയുന്നേ? ഒരു ഓർഗനൈസേഷനകത്തുള്ള എംപ്ലോയീസിനെ രണ്ടായിട്ട് അങ്ങ് തരംതിരിക്കുകയാണ്. ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരും ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരും. ഇനി പറഞ്ഞേ, ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവര് ഏത് കാറ്റഗറിയാ? എക്സ് ആണോ വൈ ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയവർക്ക് പെട്ടെന്ന് കിട്ടും. വേഗം ഒന്ന് ആൻസർ ചെയ്തേ. ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ ഏതിലാ? ഏത് കാറ്റഗറിയാണ്? എക്സ് ആണോ വൈ ആണോ? ആ യെസ്, എക്സ് കാറ്റഗറി ആണ് അല്ലെ. എക്സ് കാറ്റഗറി നമ്മളൊരു ഓർഗനൈസേഷനകത്ത് ജോലി ചെയ്യുന്ന ആളുകളെ രണ്ടായിട്ട് അങ്ങ് തരംതിരിക്കുന്നു, എക്സ് കാറ്റഗറിയും വൈ കാറ്റഗറിയും. എക്സ് കാറ്റഗറിയിലോട്ട് നമ്മൾ എടുത്തിടുന്നത് ജോലി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാർ കാണുമല്ലോ, അവരെല്ലാം കൂടെ നമ്മൾ എക്സ് കാറ്റഗറിയിലോട്ട് ഇട്ടു. ഇനി നല്ലപോലെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് താല്പര്യത്തോടെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരും കാണത്തില്ലേ ഒരു ഓർഗനൈസേഷനിൽ, അവരെല്ലാരും അവിടെ നമ്മളെടുത്ത് വൈ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് വിടും. അങ്ങനെ ഓരോരുത്തരുടെയും ബിഹേവിയർ അനുസരിച്ചിട്ട് നമ്മളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. നല്ലപോലെ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവരെ നമ്മൾ വൈയുടെ ടീമിലോട്ട് അങ്ങ് വിടും. ജോലി ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ അവരെ എക്സ് എന്ന് പറയുന്ന ആ ടീമിലോട്ട് അങ്ങ് മാറ്റുക. അപ്പൊ ഇതും ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണ്. ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന തിയറിയാ. അപ്പൊ ഇവിടെ ഇങ്ങനെ തരം തിരിക്കുന്ന എന്തിനാ? എക്സ് എന്നും വൈ എന്നും രണ്ട് കാറ്റഗറി ആയിട്ട് എന്തിനാ ആൾക്കാരെ തിരിക്കുന്നേ? എക്സിൽ വരുന്ന ആൾക്കാര് ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാ. അപ്പൊ അവർക്ക് നമ്മൾ നല്ലപോലെ സൂപ്പർവിഷൻ വേണം, അവരെ മേൽനോട്ടം ചെയ്താലേ അവർ ജോലി ചെയ്യത്തുള്ളൂ. ഇനി അവിടെ നമുക്കൊരു സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് വേണം, സൂപ്പർവിഷൻ വേണം, എന്നാലേ അവർ ജോലി ചെയ്യൂ. വൈയില് വരുന്ന ആൾക്കാരെ ആണെങ്കിൽ നമുക്ക് വലിയ നോട്ടം ഒന്നും വേണ്ട, അവർ തന്നെ ജോലി ചെയ്തോളും, ഇഷ്ടമുള്ളവരല്ലേ. അപ്പൊ അവർക്ക് നമുക്ക് വലിയ സൂപ്പർവിഷന്റെ ആവശ്യമില്ല, ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. അവിടെ ഒരു പാർട്ടിസിപ്പേറ്റീവ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല് മതി. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആൾക്കാരെ തരംതിരിച്ചാണ്. അപ്പൊ ഈ മൂന്ന് തിയറീസും ആക്ച്വലി ഇൻഡിവിജ്വൽ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും. അപ്പൊ ഇതെല്ലാം നമുക്ക് ആൻസർ ആയിട്ട് പറയാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു. ഇനി ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റിനെ പറ്റിയാ ചോദിച്ചേക്കുന്നത്. ടു ഇൻക്രീസിംഗ് എംപ്ലോയി സാലറി ആൻഡ് പ്രൊമോഷൻ അവന്യൂ, managing technological change and training of employees, improving organizational effectiveness through planned change, developing financial strategy. അപ്പൊ ഈ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ് കറക്റ്റ്, സി ആണ് അല്ലെ. അതായത് നമ്മുടെ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ സാലറി കൂട്ടുക, അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ച് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു ചെറിയ 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 ആസ്പെക്ടുകളല്ല, കുറച്ചുകൂടി അതിന്റെ സ്കോപ്പ് വലുതാണ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. സോ ഇംപ്രൂവിംഗ് ദ ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ് ത്രൂ പ്ലാൻഡ് ചേഞ്ച് അല്ലെ. നമ്മുടെ ഓർഗനൈസേഷനകത്ത് കൃത്യമായിട്ട് ഈ പ്ലാൻഡ് ചേഞ്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഓർഗനൈസേഷനകത്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഓർഗനൈസേഷന്റെ ഇഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ പല രീതിയിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാം. നമ്മൾ പറഞ്ഞ പോലെ ടെക്നോളജിക്കൽ ചേഞ്ച് ആകാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്ട്രാറ്റജീസ് ആകാം. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും, അല്ലാതെ ഇത് ഒരെണ്ണം മാത്രം എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following is considered a group level outcome in organizational behavior? ഇത് നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാം അല്ലെ, പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ചോദ്യമാണ്. ഗ്രൂപ്പ് ലെവൽ ഔട്ട്കം ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ ഗ്രൂപ്പ് ലെവൽ ഔട്ട്കം ഇതിലേതാണ്? പേഴ്സണാലിറ്റി, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ടീം പെർഫോമൻസ്, പെർസെപ്ഷൻ. യെസ്, ഗ്രൂപ്പ് ലെവൽ ഔട്ട്കം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ്, ടീം പെർഫോമൻസ് ആണ് അല്ലെ. കാരണം അതാണ് ഒരു
ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴല്ലേ അവിടെ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഔട്ട്കം ആണ്. നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിന്ന് ജോലി ചെയ്യുന്നു, അതിന്റെ ഒരു റിസൾട്ട് ആണ് ഈ ടീം പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ ഈ പേഴ്സണാലിറ്റിയും ജോബ് സാറ്റിസ്ഫാക്ഷനും പെർസെപ്ഷനും ഒക്കെ ഇൻഡിവിജ്വൽ ലെവലായിട്ട് വരുന്നതാ. ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ആണ് നമ്മൾ പേഴ്സണാലിറ്റി നോക്കുന്നതും, അല്ലെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും പെർസെപ്ഷൻ ആണെങ്കിലും ഇതെല്ലാം ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ടാണ്. ടീം പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഗ്രൂപ്പ് ലെവൽ ഔട്ട്കം ആണ് അല്ലെ. യെസ്, സിമ്പിൾ ചോദ്യമാണ്, ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യെസ്, എൻവയോൺമെന്റൽ സ്കാനിങ് ആണ് അല്ലെ. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്കാനിങ് ആണ്. നമ്മൾ എപ്പോഴും ഒരു ഓർഗനൈസേഷൻ അകത്ത് ആദ്യം നമ്മളിപ്പോ ഒരു ലോങ് ടേം ഗോളുകളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ മുന്നോട്ട് ഇനി എങ്ങനെ പോകണം എന്നൊരു പ്ലാൻ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ ഒരു എൻവയോൺമെന്റൽ സ്കാനിങ് നടത്തണം. അതായത് ഓർഗനൈസേഷന്റെ ഇന്റേണൽ എൻവയോൺമെന്റും എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ പറ്റിയും പഠിക്കണം. നമുക്ക് സ്വോട്ട് അനാലിസിസ് പോലെയുള്ള ടൂളുകളുണ്ട്. സ്വോട്ട് അനാലിസിസ് പോലെയുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓർഗനൈസേഷന്റെ ഇന്റേണൽ സ്ട്രെങ്തും വീക്ക്നെസ്സും അതേപോലെ എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസിനെയും ത്രെഡ്സിനെയും പറ്റി എല്ലാം നമ്മൾ ആദ്യം ഒരു സ്റ്റഡി ചെയ്യണം. അതാണ് ഈ എൻവയോൺമെന്റൽ സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എൻവയോൺമെന്റൽ സ്കാനിങ്. അതിനുശേഷമാണ് നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഓർഗനൈസേഷന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ പറ്റി പഠിക്കുക. നമ്മൾ പറഞ്ഞ പോലെ ഇന്റേണൽ സ്ട്രെങ്തും വീക്ക്നെസ്സുകളും പഠിക്കണം, എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റിയും ത്രെട്ടുകളും പഠിക്കണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓർഗനൈസേഷന് ആപ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാം. ദെൻ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫൈനലി ഇവാലുവേഷൻ. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഒരു സ്റ്റെപ്പുകൾ വരുന്നത്. എൻവയോൺമെന്റൽ സ്കാനിങ്, സ്ട്രാറ്റജി ഫോർമുലേഷൻ, സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ആൻഡ് സ്ട്രാറ്റജി ഇവാലുവേഷൻ. ഈ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ലോങ് ടേം ഗോളുകളാണ് ഈ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷന്റെ ലോങ് ടേം ഗോളുകളാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. Which of the following is not one of Michael Porter's 3 generic competitive strategies? മൈക്കിൾ പോർട്ടറുടെ 3 കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ചോദ്യം നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോ ശ്രദ്ധിച്ചോണേ. ഈ നോട്ട് എന്നുള്ള ഒരു വാക്ക് അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തോണം. നമ്മൾ പെട്ടെന്ന് മൈക്കിൾ പോർട്ടറുടെ സ്ട്രാറ്റജി അപ്പൊ നമ്മൾ നോക്കും, കോസ്റ്റ് ലീഡർഷിപ്പ് അതൊരു സ്ട്രാറ്റജി ആണ്. അപ്പൊ നമ്മൾ നേരെ അതിലേക്ക് പോകും. ബാക്കി ഓപ്ഷനുകളും നോക്കത്തില്ല, ചോദ്യവും നല്ലപോലെ വായിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ചോദ്യം കറക്റ്റ് ആയിട്ട് വായിക്കുക. ഇവിടെ പറഞ്ഞേക്കുന്നത് നോട്ട് വൺ ഓഫ് മൈക്കിൾ പോർട്ടേഴ്സ് 3 ജനറിക് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജീസ്. മൈക്കിൾ പോർട്ടറുടെ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജീസിൽ ഉൾപ്പെടാത്തത് ഇതിലേതാണ്? കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻഷിയേഷൻ, ഫോക്കസ്, മാർക്കറ്റ് പെനട്രേഷൻ. ഒരു ഫേമിന് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ അവർക്ക് 3 സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാമെന്ന് മൈക്കിൾ പോർട്ടർ പറഞ്ഞിട്ടുണ്ട്. ആ 3 സ്ട്രാറ്റജി ഏതൊക്കെയാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് വേഗം ആൻസറിലേക്ക് എത്താം. ഒരാൾ മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറയണേ, എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് പോകാം. നിങ്ങളൊന്ന് ഗസ് ചെയ്തോ, അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ഗസ് ചെയ്തോ, നമുക്ക് നോക്കാമല്ലോ.
ഓക്കെ, അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കില്ല കേട്ടോ. എന്തെങ്കിലും അങ്ങ് പറയണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗസ് ചെയ്തോണം. തെറ്റാണെ തെറ്റിക്കോട്ടെ, നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലേ, എക്സാമിന് മുന്നേ നമുക്കൊരു എക്സ്പീരിയൻസ് ആകുമല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ മൈക്കിൾ പോർട്ടറുടെ 3 സ്ട്രാറ്റജീസ് നമുക്ക് ആദ്യം പഠിക്കണം. ഓക്കെ, മൈക്കിൾ പോർട്ടറുടെ 3 ജനറിക് കോമ്പറ്റിറ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതായത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, കോമ്പീറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ 3 സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ കോസ്റ്റ് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ, അല്ലെങ്കിൽ ഫോക്കസ്. ഈ 3 സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. അതാണ് മൈക്കിൾ പോർട്ടർ പറയുന്നത്. ഈ മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറയുന്നത് മൈക്കിൾ പോർട്ടറുടെ സ്ട്രാറ്റജിയിൽ വരുന്നതല്ല, അത് വേറൊരു ഭാഗത്ത് വരും. അത് നമ്മൾ അടുത്തൊരു ചോദ്യത്തിലായിട്ട് ഈ മാർക്കറ്റ് പെനട്രേഷനെ പറ്റിയിട്ടൊക്കെ പഠിക്കും. അപ്പൊ ആദ്യം ഓർക്കാം, മൈക്കിൾ പോർട്ടറുടെ 3 ജനറിക് കോമ്പറ്റിറ്റീവ് സ്ട്രാറ്റജീസ് ആണ് കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻഷിയേഷൻ, ഫോക്കസ്. ഈ സ്ട്രാറ്റജി എപ്പോഴൊക്കെയാ യൂസ് ചെയ്യുന്നത് നോക്കിക്കേ. അതായത് ഇപ്പം നമ്മൾ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റിൽ നിൽക്കുവാണ്. ഇപ്പൊ ഞാനൊരു ജ്യൂസിന്റെ സപ്ലയർ ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ജ്യൂസ് മാനുഫാക്ചറർ ആണ്. ഞാൻ ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നു. പക്ഷെ മാർക്കറ്റിൽ ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്കുകൾ ഉണ്ട്, ഒരുപാട് കമ്പനികളുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പൊ എനിക്ക് അവിടെ പിടിച്ച് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ എനിക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. ഇവിടെ നമ്മുടെ ടോട്ടൽ മാർക്കറ്റ്, നിങ്ങൾ ആദ്യത്തെ 2 കോസ്റ്റ് ലീഡർഷിപ്പും ഡിഫറൻഷിയേഷനും മാത്രം നോക്കണേ. നമുക്ക് ആദ്യം അത് പഠിക്കാം. അപ്പൊ ഈ ഒരു മാർക്കറ്റിൽ എനിക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ, അതായത് എന്റെ ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആൾക്കാർ വാങ്ങണമല്ലോ. അപ്പൊ അതിന് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് കോസ്റ്റ് ലീഡർഷിപ്പ്. അതായത് വില കുറയ്ക്കുക, കോസ്റ്റ് ലീഡർ ആകണം. എങ്ങനെയെങ്കിലും എന്റെ മാനുഫാക്ചറിങ് കോസ്റ്റിനെ എനിക്ക് കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, വിലയും കുറയ്ക്കാം അല്ലെ. ഒരു സാധനത്തിന്റെ കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രൈസും കുറച്ചിട്ട് വിൽക്കാൻ പറ്റും. അങ്ങനെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ബൾക്കായിട്ട് മാസ് പ്രൊഡക്ഷൻ ഒക്കെ നടത്തിയിട്ടോ, അങ്ങനെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് ലോ പ്രൈസിൽ സാധനം വിൽക്കാം. അങ്ങനെ നമുക്ക് അവിടുത്തെ ലീഡർ ആകാം. അപ്പൊ എന്തായാലും സാധനത്തിന്റെ വില കുറഞ്ഞ സാധനം ആകുമ്പോൾ ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരുമല്ലോ. ഒരു സ്ട്രാറ്റജി അതാണ് കോസ്റ്റ് ലീഡർഷിപ്പ്. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഡിഫറൻഷിയേഷൻ. ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാല് ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവരിക. നമ്മളിപ്പോ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കൊണ്ടുവരുമ്പം ഓൾറെഡി മാർക്കറ്റിലുള്ള അതേ ഫ്ലേവറുകളും അതേ രീതിയിലും ഉള്ള സോഫ്റ്റ് ഡ്രിങ്ക് കൊണ്ടുവരാതെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ രീതിയിലുള്ള ഫീച്ചേഴ്സോ എന്തെങ്കിലുമൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടുവരിക. നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴും യൂണീക്ക് ആയിട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിലും ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങും. അപ്പൊ 2 രീതിയിലാണ്. ഒന്നെങ്കിൽ വില കുറച്ചു കൊടുത്ത ആൾക്കാർ വാങ്ങും, അല്ലെങ്കിൽ ഈ സാധനത്തിൽ മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഫീച്ചേഴ്സ് കൊടുത്ത് നമ്മുടെ പ്രൊഡക്റ്റിനെ ഒന്ന് യൂണീക്ക് ആക്കിയാലും ആൾക്കാർ ഈ പ്രൊഡക്റ്റ് വാങ്ങും. അപ്പൊ ഒന്നെങ്കിൽ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി, വില കുറച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ, യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും അഡീഷണൽ ഫീച്ചറുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റുകൾ വിൽക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാം. ഇനി ഇതും അല്ലെങ്കിൽ നമ്മുടെ നിച്ച് മാർക്കറ്റ് ഉണ്ടല്ലോ, നിച്ച് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് മാർക്കറ്റ്. അതായത് വളരെ നമ്മൾ ആദ്യം പറഞ്ഞ കോസ്റ്റ് ലീഡർഷിപ്പും ഡിഫറൻഷിയേഷനും ഒക്കെ നമ്മുടെ ടോട്ടൽ മാർക്കറ്റ് എല്ലാവരെയും, അതായത് കംപ്ലീറ്റ് മാർക്കറ്റിനെയും ഫോക്കസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. ഇനി ഈ ഒരു നിച്ച് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ട് ഇറക്കിയിരിക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്കാണല്ലോ ഈ പറയുന്ന നിച്ച് മാർക്കറ്റ് ഉള്ളത്. നിച്ച് മാർക്കറ്റോ നിശ്ചയ മാർക്കറ്റോ എങ്ങനെയാണെങ്കിലും നമുക്ക് വായിക്കാം. അപ്പൊ ഈ നിച്ച് മാർക്കറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കുറച്ച് ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു സാധനം ഇറക്കുകയാണെങ്കിൽ അതിനെയാണ് നിശ്ചയ മാർക്കറ്റ് എന്ന് പറയുന്നത്, നിച്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ പറഞ്ഞു സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ഇന്ന ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇറക്കുന്നതല്ല. അത് മാർക്കറ്റിലുള്ള എല്ലാവരും, കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ മേടിച്ചു കുടിക്കും. അത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇറക്കുന്ന കോമൺ ആയിട്ടുള്ള പ്രൊഡക്റ്റാ. ഇനി നമ്മളിപ്പോ ഒരു പ്രോട്ടീൻ പൗഡർ, ജിമ്മിന് പോകുന്നവർക്ക് വേണ്ടിയുള്ള പ്രോട്ടീൻ പൗഡർ, അതൊരു നിച്ച് മാർക്കറ്റ് ആണ്. കാരണം ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് എല്ലാവരും മേടിച്ചുപയോഗിക്കത്തില്ല. ഈ പറയുന്ന ജിമ്മിന് പോകുന്ന ആൾക്കാർ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു സ്പെസിഫിക് മാർക്കറ്റ് സെഗ്മെന്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കുവാണെങ്കിൽ അതാണ് നിച്ച് മാർക്കറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനിയിപ്പം
ഷുഗർ ഉള്ളവർക്ക് വേണ്ടി ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ഇറക്കുന്നു. അപ്പൊ ഈ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഷുഗർ ഉള്ള ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സാധനം നമ്മൾ ഇറക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റുകളാണ്. അങ്ങനെ നമ്മൾ ഒരു മാർക്കറ്റ് സെഗ്മെന്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് സാധനങ്ങൾ വിൽക്കുവാണെങ്കിൽ അതാണ് ഈ നിച്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മുടെ പ്രൊഡക്റ്റ് അങ്ങനെ ഒരു നിച്ച് മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് ആണെന്ന് ഇരിക്കട്ടെ. നേരത്തെ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് എല്ലാവരിലേക്കും നമ്മൾ കൊണ്ടുപോകും, ഇന്ന ആൾക്കാരെന്നും പറഞ്ഞ് ഫോക്കസ് ചെയ്ത് ഇറക്കുന്നതല്ല. അപ്പൊ അവിടെ നമുക്ക് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി ഉപയോഗിക്കാം കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി. ഇനി നമ്മുടെ പ്രൊഡക്റ്റ് ഒരു നിച്ച് മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റാണ്. നമ്മളിപ്പോ വിൽക്കുന്നത് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റുകളാണ്, ഷുഗർ പേഷ്യന്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇറക്കുന്നതാണ്. അവിടെയും നമുക്ക് കോമ്പറ്റീഷൻ കാണും. ഈ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് പല ബ്രാൻഡിന്റെ കാണും. അങ്ങനെയാണെങ്കിൽ അവിടെയും നമുക്ക് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ കോസ്റ്റ് ഫോക്കസ് അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ഫോക്കസ് സ്ട്രാറ്റജീസ് ആയിരിക്കും. കാരണം അവിടെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഒരു വളരെ ചെറിയൊരു സെഗ്മെന്റിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കോസ്റ്റ് ഫോക്കസ് അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ഫോക്കസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആ ഒരു നിച്ച് മാർക്കറ്റിനെ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സെയിം സ്ട്രാറ്റജി തന്നെ ഫോക്കസ് സ്ട്രാറ്റജി എന്ന് നമ്മൾ എടുത്തു പറയുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 3 സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയുന്നത്. ഒന്ന് കോസ്റ്റ് ലീഡർഷിപ്പ്, മറ്റത് ഡിഫറൻഷിയേഷൻ, ഇത് രണ്ടും അല്ലെങ്കിൽ നിച്ച് മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് ഫോക്കസ് സ്ട്രാറ്റജീസും ഉപയോഗിക്കാം. ഈ 3 സ്ട്രാറ്റജിയാണ് മൈക്കൽ പോർട്ടറുടെ ജനറിക് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്ന് പറയണം. ഫസ്റ്റ് വൺ നോക്കിക്കേ. സ്ട്രാറ്റജിക് പ്ലാനിങ് ഈസ് ഡൺ അറ്റ് ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. പോളിസി ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ. ബജറ്റ്സ് ആർ നോട്ട് സ്റ്റാൻഡിംഗ് പ്ലാൻ. നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ്ങും പഠിച്ചിട്ടുണ്ട്, സിംഗിൾ യൂസ് പ്ലാനുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്, സ്റ്റാൻഡിംഗ് പ്ലാനുകളെ പറ്റിയിട്ടും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നന്നായിട്ടൊന്നിരുന്ന് വായിച്ചു നോക്കിക്കേ. സ്ട്രാറ്റജിക് പ്ലാനിങ് ഈസ് ഡൺ അറ്റ് ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. പിന്നെ പോളിസി ഒരു സിംഗിൾ യൂസ് പ്ലാൻ ആണെന്ന് പറയുന്നു. ബജറ്റുകൾ സ്റ്റാൻഡിംഗ് പ്ലാനുകൾ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പറഞ്ഞേ. ഓക്കെ, സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത് ആക്ച്വലി അത് ആ ഒരു ഫസ്റ്റ് വരി വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ടേം പ്ലാനുകൾ എപ്പോഴും ടോപ്പ് ലെവലിലായിരിക്കും ചെയ്യുന്നത്. ലോങ് ടേം പ്ലാനിങ് എപ്പോഴും നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, സിഇഒയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരാണ് ചെയ്യുന്നത് അല്ലെ സ്ട്രാറ്റജിക് പ്ലാനിങ്. അതൊരിക്കലും ലോവർ ലെവൽ മാനേജ്മെന്റ് അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി പോളിസി ഒരു സിംഗിൾ യൂസ് പ്ലാൻ ആണെന്ന് പറയുന്നു. സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിംഗ് പ്ലാനും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത് ഒരൊറ്റ പ്രാവശ്യത്തേക്കിന് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാനുകളാണ്. സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് കാലാകാലങ്ങളോളം നമ്മുടെ ഓർഗനൈസേഷനകത്ത് നിലനിൽക്കുന്ന പ്ലാനുകളായിരിക്കും. ഈ പോളിസീസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ കമ്പനിയുടെ പോളിസി ഇതാണ്, നമ്മുടെ പോളിസി ഇങ്ങനെയാണ്, നമ്മുടെ HR പോളിസി പ്രകാരം ആൾക്കാരെ ഹയർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടിയാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പോളിസി പ്രകാരം നിങ്ങൾക്ക് ലീവ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇങ്ങനെ കുറച്ച് പോളിസീസ് കാണും ഓർഗനൈസേഷനകത്ത്. ഈ പോളിസി എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റാൻഡിങ് ആ. നമുക്ക് ഒരു പ്രാവശ്യത്തേക്കിനല്ല പോളിസികൾ. ഓർഗനൈസേഷന്റെ പോളിസി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷനകത്ത് അത് അങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പോളിസീസ് എന്നും പോളിസിയും റൂൾസും പ്രൊസീജിയറുകളും എല്ലാം സ്റ്റാൻഡിംഗ് പ്ലാനുകളാണ്. കാരണം അത് ഓരോ പ്രാവശ്യവും ചേഞ്ച് ആകത്തില്ല. എപ്പോഴും ആ സെയിം പോളിസിയും സെയിം റൂളുകളും സെയിം പ്രൊസീജിയറും തന്നെ ആയിരിക്കും ഓർഗനൈസേഷനകത്ത് ഉണ്ടാകുന്നത്. അതെല്ലാം സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആണ്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാം. ഇനി ബജറ്റ്സ് ആർ നോട്ട് സ്റ്റാൻഡിംഗ് പ്ലാൻ. ബജറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് പ്ലാൻ അല്ല. അത് ശരിയല്ലേ?
ബജറ്റുകൾ സിംഗിൾ യൂസ് പ്ലാനാ. നമ്മൾ ഓരോ വർഷവും ബജറ്റ് ഉണ്ടാക്കും. അല്ലാതെ ഒരു ബജറ്റ് നമുക്ക് കാലാകാലങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കത്തില്ല. നമ്മൾ എല്ലാ വർഷവും ബജറ്റ് പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ ഈ വർഷത്തേക്കിനുള്ള ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ വർഷത്തെ ബജറ്റ് ഉണ്ടാക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റവന്യൂസും എക്സ്പെൻസും ഒക്കെ വെച്ചിട്ട് നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യും. അടുത്ത വർഷം നമ്മൾ അടുത്ത ബജറ്റ് പ്രിപ്പയർ ചെയ്യും. അല്ലാതെ സെയിം ബജറ്റുകളല്ല. ബജറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് പ്ലാൻ അല്ല, സിംഗിൾ യൂസ് പ്ലാനുകളാണ് ബജറ്റുകൾ. അത് നമ്മൾ ഓരോ വർഷവും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഓപ്ഷൻ 3 ഇവിടെ ശരിയാ. ബജറ്റ്സ് ആർ നോട്ട് സ്റ്റാൻഡിംഗ് പ്ലാൻ. അപ്പൊ ഇവിടെ 1ഉം 2ഉം തെറ്റാണ്, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്. Metrics organization combine functional and product pattern of departmentalization in the same organization structure. Strategic business unit is a modern type of departmentation in organization structure. Yes, ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ്, ശരിയാണ് അല്ലെ? യെസ്, ഓപ്ഷൻ 1ഉം 2ഉം ശരിയാ. മെട്രിക്സ് ഓർഗനൈസേഷൻ, ഇത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. നമ്മൾ പല ഓർഗനൈസേഷൻ സ്ട്രക്ചർ പഠിക്കുമല്ലോ. ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഡിവിഷണൽ, ദെൻ മെട്രിക്സ്, അങ്ങനെ പല തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. അതിലെ മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഫങ്ഷണൽ ആൻഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊജക്ട്, ഫങ്ഷണൽ ആൻഡ് പ്രൊഡക്റ്റ് ഓർ പ്രൊജക്ട് പാറ്റേൺസ് കമ്പൈൻ ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ആണ് മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇനി അതേപോലെ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത് അതും ഒരു ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ ആണ്. അതായത് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കമ്പനി വിത്തിൻ എ കമ്പനി, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഒരു കമ്പനിക്ക് അകത്തുള്ള ഒരു കമ്പനി, അതായത് ഒരു വലിയ കമ്പനിയുടെ അണ്ടറിലുള്ള ഡിഫറെന്റ് ഇൻഡിവിജ്വൽ യൂണിറ്റുകളാണ് സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ബിസിനസ് യൂണിറ്റുകളാണ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്. ഇപ്പൊ ഈ ടാറ്റ ഗ്രൂപ്പിന്റെ അണ്ടറിൽ പല 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 കമ്പനീസ് ഉണ്ട്. ടാറ്റ ഗ്രൂപ്പിന്റെ അണ്ടറിൽ അവർക്ക് വെഹിക്കിൾസ് ഉണ്ട്, ടാറ്റ സ്റ്റീൽ ഉണ്ട്, അങ്ങനെ പല സെഗ്മെന്റുകൾ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വലിയ കമ്പനിയുടെ അണ്ടറിലുള്ള സ്പെസിഫിക് ഡിഫറെന്റ് ചെറിയ 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 കുഞ്ഞു കമ്പനികൾ, കമ്പനി വിതിൻ എ കമ്പനി എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ ഒരു വലിയ ഓർഗനൈസേഷന്റെ അണ്ടറിലുള്ള ചെറിയ 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 ഡിവിഷൻസ് ആണ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്. അപ്പൊ അത് ഓരോന്നിനും, ഓരോ SBUവിനും അവരുടേതായിട്ടുള്ള മിഷനും ഒബ്ജക്റ്റീവുകളും റിസോഴ്സും സ്ട്രാറ്റജീസും ഒക്കെ ഉണ്ടാകും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. The immaturity-maturity continuum in personality development is developed by immaturity-maturity continuum. ആര് കൊണ്ടുവന്നതാണ്, ആര് ഡെവലപ്പ് ചെയ്തതാണെന്ന് പറയാമോ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റില് ഇമ്മെച്യൂരിറ്റി കണ്ടിന്യൂം. എല്ലാരും ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിച്ചേ. യെസ്, ക്രിസ് ആർഗ്രിസ് ആണ് കേട്ടോ. ക്രിസ് ആർഗ്രിസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ശരിയായിട്ട് ആൻസർ ചെയ്തേക്കുന്നത്. ഈ മെച്യൂരിറ്റി കണ്ടിന്യൂം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓർഗനൈസേഷനകത്ത് ഇപ്പൊ ഒരു കമ്പനിയില് നമ്മൾ ആൾക്കാരെ ജോലിക്ക് എടുക്കുമ്പോൾ ഫസ്റ്റ് അവര് ഇമ്മെച്യോർഡ് ആയിരിക്കും. അതായത് ആ കമ്പനിയിൽ അവർക്ക് എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അവർക്ക് വലിയ മോട്ടിവേഷൻ കാണത്തില്ല, സ്കില്ലുകൾ കാണത്തില്ല. ഇത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. ഓർഗനൈസേഷനകത്ത് അവര് ഓരോ കാര്യങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ ആ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ആയി വരുന്നതനുസരിച്ച് അവര് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അതാണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനകത്ത് വരുന്നതാണ് മെച്യൂരിറ്റി കണ്ടിന്യൂ. അതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഓർഗനൈസേഷനകത്ത് പുതിയൊരാള് ജോലിക്ക് കയറി കഴിഞ്ഞാൽ അയാൾ ആ സമയത്ത് ഇമ്മെച്യോർഡ് ആയിരിക്കും. കാരണം ആ ജോലി ചെയ്യേണ്ടതിനെ പറ്റി ധാരണയില്ല, മോട്ടിവേഷൻ ഇല്ല, അതേപോലെ തന്നെ സ്കില്ല് കുറവായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണും. പിന്നീട് ഓർഗനൈസേഷനകത്ത് ആ ഓർഗനൈസേഷൻ ആണ് അവർക്ക് മെച്യോർഡ് ആകാനായിട്ട് ഉള്ള
സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കേണ്ടത്. അതായത് അവർക്ക് ഫ്രീഡം കൊടുക്കാം, അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള ഫ്രീഡവും അതോറിറ്റിയും അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കുന്നതനുസരിച്ച് അവരെന്ത് ചെയ്യും, മെച്യൂരിറ്റിയിലേക്ക് വരും. അല്ലാതെ എപ്പോഴും ഒരാളെ നമ്മൾ ജോലിക്ക് എടുത്തു കഴിയുമ്പോൾ എപ്പോഴും ഒരു സ്പൂൺ ഫീഡിങ് പോലെ നമ്മൾ തീരുമാനിക്കുന്നു, അയാൾ അനുസരിക്കുന്നു, നമ്മൾ ടോപ്പ് ലെവലിൽ എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നു, ജോലിക്കാരനുസരിക്കുന്നു എന്നൊരു രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് മെച്യൂരിറ്റി വരത്തില്ല. അവർ ഇമ്മച്ചുവേർഡ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അതായത് ഈ ജോലിക്കാര് ഇമ്മെച്യൂരിറ്റി സ്റ്റേജിൽ നിന്ന് മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് വരണമെങ്കിൽ ഓർഗനൈസേഷൻ വേണം അതിനുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് ഒരുക്കി കൊടുക്കാൻ. അതായത് അവരെ മെച്യൂർഡ് ആകണമെങ്കിൽ അതിനുള്ള സാഹചര്യം കൊടുക്കണം, അവർക്ക് തന്നെ തീരുമാനം എടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം, അതേപോലെ തന്നെ അവർക്ക് അതിനുള്ള ഫ്രീഡം കൊടുക്കണം, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ മാത്രമേ അവർക്കൊരു മെച്യൂരിറ്റിയിലേക്ക് വരാൻ പറ്റൂ. അല്ലാതെ എപ്പോഴും സ്പൂൺ ഫീഡിങ് പോലെ അവരെ കൊണ്ടൊന്നും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു അവസരമോ അങ്ങനെയൊന്നും കൊടുക്കാതിരുന്നാൽ എപ്പോഴും ഈ എംപ്ലോയീസ് ഇമ്മെച്യൂർഡ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. എത്ര കാലം ജോലി ചെയ്താലും അവർ ആ ഇമ്മെച്യൂരിറ്റി തന്നെ ഇരിക്കുള്ളൂ. അപ്പോ ഈ മെച്യൂരിറ്റിയിലേക്ക് അവർ വരണമെങ്കിൽ അതിനുള്ള ആ ഒരു സിറ്റുവേഷൻ ഓർഗനൈസേഷൻ വേണം അവർക്ക് കൊടുക്കാൻ. സോ അതാണ് ഈ ഇമ്മെച്യൂരിറ്റി മെച്യൂരിറ്റി കണ്ടിന്യൂത്തിൽ പറയുന്നത്. അപ്പൊ ആളുകളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണത്. സോ ക്രിസ് ആർഗ്രിസിന്റെ ആണ് ഈ ഒരു ഇമ്മെച്യൂരിറ്റി മെച്യൂരിറ്റി കണ്ടിന്യൂ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും അത് എന്താണെന്നൊന്ന് ബ്രീഫ് ആയിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നയാ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ലീഡർഷിപ്പ് കണ്ടിന്യൂം. ലീഡർഷിപ്പ് കണ്ടിന്യൂം കോൺസെപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ. നമ്മളിപ്പോ ഇമ്മെച്യൂരിറ്റി മെച്യൂരിറ്റി കണ്ടിന്യൂം പറഞ്ഞതുപോലെ ലീഡർഷിപ്പ് കണ്ടിന്യൂം കൊണ്ടുവന്ന ആരാന്നറിയാമോ? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തോ. ഓക്കെ, ലീഡർഷിപ്പ് കണ്ടിന്യൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഇതില് നമുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ പെട്ടെന്ന് ആൻസർ ചെയ്യാമല്ലോ. രണ്ടുപേര് മാത്രമേ ഇപ്പൊ ആൻസർ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ആൻസർ ചെയ്യുന്നില്ലല്ലോ. ടാനൻബൗം ആൻഡ് ഷ്മിറ്റ് ലീഡർഷിപ്പ് കണ്ടിന്യൂം ആണ് കേട്ടോ. ടാനൻബൗം ആൻഡ് ഷ്മിറ്റ് ലീഡർഷിപ്പ്, ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ, ടാനൻബൗം ആൻഡ് ഷ്മിറ്റ് ലീഡർഷിപ്പ് കണ്ടിന്യൂം. സോ ആക്ച്വലി ഈ ഒരു ടാനൻബൗം ആൻഡ് ഷ്മിറ്റ് ലീഡർഷിപ്പ് കണ്ടിന്യൂത്തിൽ പറയുന്നത് ഇവിടെയും ലീഡേഴ്സ് എപ്പോഴും ഒരു ബോസ് സെന്റേർഡിൽ നിന്ന് സബോർഡിനേറ്റ് സെന്റേർഡിലേക്ക് അവരുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ത് ചെയ്യണം, അഡാപ്റ്റ് ചെയ്യണം. അതായത് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ കോൺസെപ്റ്റ് പറയുന്നത്. ടാനൻബൗം ആൻഡ് ഷ്മിറ്റ് ലീഡർഷിപ്പിൽ പറയുന്നത് ലീഡർഷിപ്പ് സ്റ്റൈല് ഒരു റിജിഡ് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് ഒരു സ്റ്റൈൽ ആയിരിക്കരുത്, അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പോ നമ്മുടെ ടീമിന്റെ ഒരു, അതായത് നമ്മുടെ ഫോളോവേഴ്സിന്റെ അവരുടെ സ്കില്ലും അവരുടെ എബിലിറ്റീസും അവരുടെ മോട്ടിവേഷനും ഒക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ലീഡർ ആ ലീഡർഷിപ്പ് സ്റ്റൈല് അഡാപ്റ്റ് ചെയ്യണം. പല 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 സ്റ്റൈലുകളുണ്ട്. അപ്പോ ഈ നമ്മുടെ ടീം മെമ്പേഴ്സ് ഒട്ടും ഒന്നും അറിയാത്തവരാണ്, അല്ലെങ്കിൽ അവർക്ക് തീരുമാനം എടുക്കാൻ അറിയത്തില്ല, അവർക്കൊട്ടും മോട്ടിവേഷൻ ഇല്ല, അങ്ങനെയൊക്കെയുള്ളൊരു ആൾക്കാരാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ബോസ് സെന്റേർഡ് അല്ലെങ്കിൽ മാനേജർ സെന്റേർഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഈ ടെല്ലിങ്ങും സെല്ലിങ്ങും പോലെയുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകൾ അഡോപ്റ്റ് ചെയ്യണം. ഇനി നമ്മുടെ ടീം അത്യാവശ്യം നല്ല എഫിഷ്യന്റ് ആണ്, അവര് സ്വന്തം നല്ല മോട്ടിവേറ്റഡ് സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ ടീം മെമ്പേഴ്സ് എങ്കിൽ
അവിടെ സബോർഡിനേറ്റ് സെന്റേർഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ എടുക്കണം. അതായത് അവിടെ ഫ്രീഡം ആണ് കൂടുതൽ, കണ്ടോ, ഫ്രീഡം കൂടുതൽ കൊടുക്കാം. അവിടെ ഡെലിഗേറ്റിംഗ് അല്ലെങ്കിൽ അബ്ഡിക്കേറ്റിംഗ് ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ളൊരു ലീഡർഷിപ്പ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യണം. ഇതാണ് ടാനൻബോം ആൻഡ് ഷ്മിറ്റ് ലീഡർഷിപ്പ് കണ്ടിന്യൂത്തിൽ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ലീഡർഷിപ്പ് സ്റ്റൈൽ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ ഒരു എഫിഷ്യൻസിയും അല്ലെങ്കിൽ അവരുടെ മെച്യൂരിറ്റി, എഫിഷ്യൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലീഡർ ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യണം. അവിടെ ബോസ് സെന്റേർഡിൽ നിന്ന് സബോർഡിനേറ്റ് സെന്റേർഡിലേക്ക്, അതായത് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ നിന്ന് കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലേക്കാണ് പോകുന്നത്. അത് നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ അവരുടെ എഫിഷ്യൻസിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റൈൽ ഏത് വേണമെന്ന് ചൂസ് ചെയ്യുന്നത്. ടെല്ലിംഗ് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്, സജസ്റ്റിംഗ്, കൺസൾട്ടിംഗ്, ജോയിൻ, ഡെലിഗേറ്റ്, അബ്ഡിക്കേറ്റ്, ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് പോകുന്നത്. ഇപ്പൊ ടെല്ലിംഗിൽ നിന്ന് അങ്ങോട്ട് പോകുന്തോറും അതോറിറ്റി കുറഞ്ഞും ഫ്രീഡം കൂടിയും വരും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇവിടെ നിങ്ങളൊരു മാച്ച് ദി ഫോളോയിങ് ആണ് കേട്ടോ. നമ്മൾ എപ്പോഴും കേട്ട് തഴക്കവും പഴക്കവും വന്ന വാക്കുകളല്ല. അതായത് ഇപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ആരെയൊക്കെയാ? മാസ്ലോയെ അറിയാം, നീഡ് ഹെറാർക്കിയിലെ മാസ്ലോ അറിയാം, അതേപോലെ മാക്ഗ്രിഗറിനെ അറിയാം, മിൻസ്ബർഗിനെ അറിയാം, ഫ്രെഡറിക് ഹേഴ്സ്ബർഗിനെ അറിയാം. ഇങ്ങനെ കുറച്ച് പേരുണ്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്നവര്. ഇത് വേറെ കുറച്ച് ആൾക്കാരെ അല്ലെ, ഇവരെ നോക്കിക്കേ. കെപ്ലൻ ആൻഡ് നോർട്ടൺ, ബ്ലേക്ക് ആൻഡ് മൗട്ടൺ, മക്കൻസി, ഇഗർ ആൻഡ് സഫ്. ഓരോരുത്തർക്കും ഇവരുടെ ഓരോരുത്തരുടെയും ഈ കോൺട്രിബ്യൂഷൻസ് കൂടെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓരോരുത്തരുടെയും ആ കോൺട്രിബ്യൂഷനും ഇമ്പോർട്ടന്റ് ആ. ബ്ലേക്ക് ആൻഡ് മൗട്ടന്റെ കോൺട്രിബ്യൂഷൻ എന്താ? ഇതെല്ലാം നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാ. ഓക്കെ, നമുക്ക് നോക്കാം ഏതാണ് ആൻസർ എന്ന്. യെസ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, കപ്ലൻ ആൻഡ് നോർട്ടന്റെ ആണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്. ദെൻ ബ്ലേക്ക് ആൻഡ് മൗട്ടന്റെ മാനേജീരിയൽ ഗ്രിഡ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാ. ബ്ലേക്ക് ആൻഡ് മൗട്ടന്റെ മാനേജീരിയൽ ഗ്രിഡ്. മെക്കൻസിയുടെ ആണ് 7S മോഡൽ. 7S മോഡൽ മെക്കൻസിയുടെ 7Sകൾ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആ. ദെൻ ഇഗർ അൻസഫിന്റെ ആൻസഫ് മെട്രിക്സ് ഉണ്ട്. ഇത് ഓരോന്നും നമുക്ക് എന്താണെന്ന് ഒന്ന് വേഗത്തിൽ നോക്കി പോകാമേ. ഈ കപ്ലൻ ആൻഡ് നോട്ടന്റെ ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഫസ്റ്റ് അത് നിങ്ങൾ ഓർത്തു വെക്കുക. ഓരോന്നും അൾട്ടിമേറ്റ്ലി എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്, കോൺസെപ്റ്റാ പഠിക്കേണ്ടത്. ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പോ ഇവിടെ ബാലൻസ്ഡ് സ്കോർ കാർഡിന്റെ പ്രത്യേകത, സാധാരണ നമ്മളൊരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് അതിന്റെ ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിലായിരിക്കും. അതായത് അവർക്ക് പ്രോഫിറ്റ് എത്രയുണ്ട്, അല്ലെങ്കിൽ എത്ര സെയിൽസ് ഉണ്ട്, എത്ര റവന്യൂ ഉണ്ട്, അങ്ങനെയല്ലേ നമ്മൾ എപ്പോഴും ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നത്. പക്ഷെ ഈ ബാലൻസ്ഡ് സ്കോർ കാർഡിൽ ഒരു ബാലൻസ് ആണ്. അതായത് ഫൈനാൻഷ്യൽ ആസ്പെക്ട് മാത്രമല്ല, അല്ലാതെ അതിലുപരി ബാക്കി കുറച്ച് മറ്റ് ഫാക്ടേഴ്സിനെ കൂടെ നോക്കും. അതായത് 4 പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് പഠിക്കുന്നത്. ഒന്ന് ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവ്, അതായത് ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ, റവന്യൂ ഉണ്ടോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് എന്നൊക്കെ നമ്മൾ നോക്കും. പിന്നെ നമ്മൾ കസ്റ്റമർ പെർസ്പെക്റ്റീവ് നോക്കും. അതായത് കസ്റ്റമേഴ്സ് എങ്ങനെയാണ് ഈ ഓർഗനൈസേഷനെ കാണുന്നത്, ആ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈഡ് ആണോ, ഈ ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണോ, ഈ ഒരു ഓർഗനൈസേഷന്റെ മാർക്കറ്റിൽ എത്ര ഷെയർ ഉണ്ട്, അതായത് ടോട്ടൽ മാർക്കറ്റിൽ എത്രത്തോളം ആൾക്കാർ നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു, കസ്റ്റമർ ലോയൽറ്റി, അതായത് റിപ്പീറ്റഡ് ആയിട്ട് എത്ര പേര്, റിപ്പീറ്റഡ് പർച്ചേസ് ആണ് ലോയൽറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോയൽറ്റി അതായത് വീണ്ടും 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 സെയിം കസ്റ്റമേഴ്സ് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടോ. അപ്പോ അങ്ങനെ കസ്റ്റമേഴ്സിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ പഠിക്കും. പിന്നെ അടുത്തത് ഇന്റേണൽ ബിസിനസ് പ്രോസസ് പെർസ്പെക്റ്റീവ്, അതായത് ബിസിനസിന്റെ ഇന്റേണൽ ആസ്പെക്റ്റുകളാണ്. അവരുടെ പ്രൊഡക്ഷൻ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, അവരുടെ ക്വാളിറ്റി,
അതേപോലെ തന്നെ പ്രൊഡക്ഷൻ, അവരുടെ സൈക്കിൾ ടൈംസ്, അതായത് എത്ര ഫ്രീക്വന്റ് ആയിട്ട് എത്ര സ്പീഡിൽ അവര് പ്രൊഡക്ഷൻ നടത്തി ആ സാധനങ്ങൾ വിറ്റ് ക്യാഷ് ആക്കി മാറ്റുന്നു, പ്രൊഡക്ഷൻ സൈക്കിൾ ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ഇന്റേണൽ ആസ്പെക്ട് പഠിക്കും. പിന്നെ ഒരു നാലാമത്തെ പെർസ്പെക്റ്റീവ് ആണ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർസ്പെക്റ്റീവ്. അതായത് ഓർഗനൈസേഷന്റെ ഇന്നോവേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്, ആ ഒരു ഗ്രോത്ത് ആസ്പെക്റ്റുകളിൽ അവർ എത്രത്തോളം ടെക്നോളജീസ് അവർ ഇന്നോവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, കമ്പനി കൾച്ചർ, അതേപോലെ തന്നെ എംപ്ലോയി സ്കില്ല്, ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളെ നമ്മൾ പഠിക്കണം. ഈ 4 ആസ്പെക്റ്റിൽ നിന്ന് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ്. അപ്പോ ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത് കെപ്ലൻ ആൻഡ് നോർട്ടൺ ആണ് കൊണ്ടുവന്നത്. ഇവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. ഇവിടെ 4 പെർസ്പെക്റ്റീവിൽ നിന്ന് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യും. ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവ്, കസ്റ്റമർ പെർസ്പെക്റ്റീവ്, ഇന്റേണൽ ബിസിനസ് പ്രോസസ്സ്, പിന്നെ ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർസ്പെക്റ്റീവ് അല്ലെ. പിന്നെ നമ്മുടെ ബ്ലേക്ക് ആൻഡ് മൗട്ടന്റെ മാനേജീരിയൽ ഗ്രിഡ്. ഈ ബ്ലേക്ക് ആൻഡ് മൗട്ടന്റെ മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയുന്നത് ഇതൊരു നമ്മുടെ ലീഡർഷിപ്പ് സ്റ്റൈലുകളാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്റ്റൈലുകളാണ്. ഈ 5 സ്റ്റൈൽസ് ഉണ്ട് അല്ലെ, 5 സ്റ്റൈൽസ് ഉണ്ട്. ലീഡർഷിപ്പ് സ്റ്റൈൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്റ്റൈൽ 5 രീതിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ 2 ആസ്പെക്ടിന്റെ ബേസിലാണ് ഈ സ്റ്റൈലുകൾ പറയുന്നത്. അതായത് കൺസേൺ ഫോർ പീപ്പിളും കൺസേൺ ഫോർ പ്രൊഡക്ഷനും. ആളുകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ്, അതായത് എംപ്ലോയീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും, അതേപോലെ ഓർഗനൈസേഷണൽ ടാസ്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവുകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതേപോലെ കൺസേൺ ഫോർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നതിന്റെ ബേസിലാണ് നമ്മൾ ഈ ലീഡർഷിപ്പ് സ്റ്റൈലുകളെ തരം തിരിച്ചിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കും. ഇതിൽ കൺട്രി ക്ലബ് എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിന്റെ പ്രത്യേകത എന്താ? ഹൈ കൺസേൺ ഫോർ പീപ്പിൾ, ലോ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ. ഈ കൺട്രി ക്ലബ് സ്റ്റൈലിന്റെ പ്രത്യേകത ആളുകൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും, അതായത് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനും അവരുടെ നീഡുകൾക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അതായത് പ്രൊഡക്ഷന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതാണ് കൺട്രി ക്ലബ് ലീഡർഷിപ്പ് സ്റ്റൈല്. ദെൻ ഇംപോവറിഷ്ഡ് എന്ന് പറയുമ്പോൾ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ലോ കൺസേൺ ഫോർ പീപ്പിൾ ആൻഡ് ലോ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ, രണ്ടിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഇംപോവറിഷ്ഡ് സ്റ്റൈൽ. ദെൻ ടീം ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഏറ്റവും നല്ല ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അവിടെ ആളുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഓർഗനൈസേഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് എംപ്ലോയീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കും, നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ടീം ലീഡർഷിപ്പ്. ഇനി അതോറിറ്റി ഓർ ഒബീഡിയൻസ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവിടെ ഹൈ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ലോ കൺസേൺ ഫോർ പീപ്പിൾ. പിന്നെ ഒന്നും കൂടി ഉണ്ട് മിഡിൽ ഓഫ് ദ റോഡ് എന്ന് പറയുന്ന സ്റ്റൈലിന്റെ പ്രത്യേകത രണ്ടിനും ഫുള്ള് കൺസേൺ ഇല്ല, രണ്ടിനും ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ആളുകൾക്കും അതേപോലെ തന്നെ ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷനും രണ്ടിനും ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് മിഡിൽ ഓഫ് ദ റോഡ്. ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ടീം ലീഡർഷിപ്പ് ആണ്. ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ കണ്ടു മെക്കൻസിയുടെ 7S മോഡല്. മെക്കൻസിയുടെ 7S മോഡല് ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ 7Sകൾ. അതായത് ഒരു ഓർഗനൈസേഷന് നല്ല രീതിയിൽ അവർക്ക് സക്സസ് കിട്ടണമെങ്കിൽ ഈ 7Sകളെ നമ്മൾ അലൈൻ ചെയ്യണം. ഈ 7S എന്ന് പറയുന്നത് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റുകളാണ്. 7Sകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. അതിനകത്ത് 3 Sകൾ എന്ന് പറയുന്നത് ഹാർഡ് എസും പിന്നുള്ള 4 സോഫ്റ്റ് എസും ആണ്. അതിൽ ഹാർഡ് എസ് ആണ് സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം. ഇനി സോഫ്റ്റ് എസുകളാണ് സ്കിൽ, സ്റ്റാഫ്, സ്റ്റൈൽ ആൻഡ് ഷെയർഡ് വാല്യൂ. ഇതിന്റെ എല്ലാം മീഡിയേറ്റിംഗ് ആയിട്ട് വരുന്നത് ഷെയർഡ് വാല്യൂസ് ആണ്. അപ്പൊ ഈ 7Sകൾ ഉണ്ടെങ്കിലേ ഒരു ഓർഗനൈസേഷനകത്ത് കൃത്യമായിട്ട് ഇത് അലൈൻ ചെയ്താൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ, നമുക്ക് ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട്. ദെൻ ഇഗർ അൻസഫിന്റെ അൻസഫ് മെട്രിക്സ്. ഈ അൻസഫ് മെട്രിക്സിലാണ് നിങ്ങൾ നേരത്തെ കണ്ട മാർക്കറ്റ് പെനട്രേഷൻ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, മൈക്കിൾ പോർട്ടറുടെ ജനറിക് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജീസിനകത്ത് മാർക്കറ്റ് പെനട്രേഷൻ എന്നൊരു വാക്ക് കണ്ടു. ആക്ച്വലി ആ മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറയുന്നത് അൻസഫ് മെട്രിക്സിനകത്ത് വരുന്ന
ഒരു എലമെന്റ് ആണ്. അതായത് ഈ അൻസഫ് മെട്രിക്സിനകത്ത് കമ്പനിക്ക് ഗ്രോത്ത് വേണമെങ്കിൽ അവർക്ക് വേണ്ട ഗ്രോത്ത് സ്ട്രാറ്റജീസ് ആണ് അൻസഫ് മെട്രിക്സിൽ പറയുന്നത്. ഒരു കമ്പനിക്ക് ഗ്രോ ചെയ്യാനുള്ള 4 സ്ട്രാറ്റജി പറയുന്നുണ്ട്. അത് പ്രൊഡക്റ്റിന്റെയും മാർക്കറ്റിന്റെയും ബേസിൽ 4 സ്ട്രാറ്റജി പറയുന്നുണ്ട്. കമ്പനിക്ക് അവർക്ക് ലോങ് ടേം ഗ്രോത്ത് വേണമെങ്കിൽ, കമ്പനീസിന് ലോങ് ടേം ഗ്രോത്ത് വേണമെങ്കിൽ അവർക്ക് ഇവിടെ 4 സ്ട്രാറ്റജി ഉപയോഗിക്കാം. അത് മാർക്കറ്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ബേസിലാണ് ഈ സ്ട്രാറ്റജീസ് വരുന്നത്. ഫസ്റ്റ് നോക്കിക്കേ നിങ്ങൾ, മാർക്കറ്റ് പെനട്രേഷൻ. മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആ സൈഡിൽ നിങ്ങൾ എഴുതിയേക്കുന്നത് കണ്ടോ? എക്സിസ്റ്റിംഗ് മാർക്കറ്റും എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റും ആണ്. അതായത് നമ്മളിപ്പം ഇത് ഗ്രോത്ത് സ്ട്രാറ്റജിയാ. ഗ്രോത്ത് അതായത് നമ്മളിപ്പോ ഓൾറെഡി മാർക്കറ്റിലെ സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാ. നമുക്ക് ഗ്രോത്ത് വേണം. ഗ്രോത്ത് വേണമെങ്കിൽ നമുക്ക് ഈ 4 ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാം. ഈ മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റുകൾ എക്സിസ്റ്റിംഗ് മാർക്കറ്റിലേക്ക് തന്നെ ഇറക്കുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പം ഒരു സോഫ്റ്റ് ഡ്രിങ്ക് വിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഓൾറെഡി ഞാൻ സോഫ്റ്റ് ഡ്രിങ്കുകൾ ഈ ഒരു മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. അപ്പോ ഒരു സ്ട്രാറ്റജി മാർക്കറ്റ് പെനട്രേഷൻ, അതായത് ഞാൻ ഇപ്പം വിൽക്കുന്ന അതേ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പെനട്രേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ത് ചെയ്യും? ഈ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിൽ തന്നെ എന്തെങ്കിലും ഒരു അഡീഷണൽ ഫീച്ചറുകൾ വരുത്തിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ വില കുറച്ചിട്ടോ ഒക്കെ നമുക്ക് ഇറക്കാം. അപ്പൊ പെട്ടെന്ന് കസ്റ്റമേഴ്സിന് നമുക്കൊരു വലിയ കസ്റ്റമർ ബേസ് കിട്ടും. പെട്ടെന്ന് ആൾക്കാരെല്ലാം നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരും. അതാണ് ഈ മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി. ഇവിടെ എക്സിസ്റ്റിംഗ് നമ്മളിപ്പോ ഏത് മാർക്കറ്റിലാണോ സാധനം വിൽക്കുന്നത് അതേ മാർക്കറ്റിൽ തന്നെ എന്താണോ വിറ്റുകൊണ്ടിരിക്കുന്നത് അതേ പ്രൊഡക്റ്റ് തന്നെ വിറ്റാൽ മതി. പക്ഷെ വില കുറച്ചിട്ട് വിൽക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ഫീച്ചർ വരുത്തിയിട്ട് വിൽക്കാം. ഓക്കെ, ഇതാണ് മാർക്കറ്റ് പെനട്രേഷൻ. ഇനി മാർക്കറ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? മാർക്കറ്റ് ഡെവലപ്മെന്റ് ഇത് മാർക്കറ്റ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ന്യൂ മാർക്കറ്റിലേക്ക് നമ്മൾ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനെ തന്നെ കൊണ്ടുപോകുന്നു. നമുക്കിപ്പോ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക് വിൽക്കുന്നു. ഇതേ സോഫ്റ്റ് ഡ്രിങ്കിനെ തന്നെ ഞാൻ ഒരു പുതിയ മാർക്കറ്റിലേക്ക് കൂടെ വിൽക്കുക. അതായത് ഇപ്പൊ ഞാൻ ഇപ്പം കേരളത്തിൽ മൊത്തം ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി കേരളം കൂടാതെ തമിഴ്നാട്ടിലും കൂടെ ഞാൻ എന്റെ പ്രൊഡക്റ്റ് ഇറക്കുന്നു. ഒരു പുതിയ മാർക്കറ്റിലേക്ക് സെയിം പ്രൊഡക്റ്റ് തന്നെ, കണ്ടോ, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് തന്നെയാണ്, ന്യൂ മാർക്കറ്റ് ആണ്. അപ്പൊ മാർക്കറ്റ് ഡെവലപ്മെന്റ്, ആ പേര് നിങ്ങൾക്ക് തിരിഞ്ഞു പോകത്തില്ല. മാർക്കറ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ആണ്, പുതിയ മാർക്കറ്റിലേക്ക് സെയിം പ്രൊഡക്റ്റിനെ തന്നെ കൊണ്ടുപോകുന്നു. അങ്ങനെയും നമുക്ക് ഗ്രോ ചെയ്യാം. ഇനി പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, അപ്പൊ എന്താ ചെയ്യുന്നേ? പ്രൊഡക്റ്റാ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കാം. ഞാനിപ്പോ സോഫ്റ്റ് ഡ്രിങ്കുകളാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സോഫ്റ്റ് ഡ്രിങ്കിന് പുറമെ ഞാനൊരു എനർജി ഡ്രിങ്ക് കൂടെ ഇറക്കുന്നു. അപ്പൊ അതൊരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. അതായത് എക്സിസ്റ്റിംഗ് ഞാൻ ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്ന അതേ മാർക്കറ്റിൽ പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാം. അപ്പൊ അതാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ഇനിയുള്ളത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പുതിയ മാർക്കറ്റിൽ നമ്മൾ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ന്യൂ മാർക്കറ്റിൽ ന്യൂ പ്രൊഡക്റ്റുകൾ കൊണ്ടുപോകുന്ന സ്ട്രാറ്റജിയാണ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി. ഇതാണ് നമ്മുടെ അൻസഫ് മെട്രിക്സിൽ പറയുന്നത്. ഓർഗനൈസേഷൻസിന് അവർക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ വേണ്ടുന്ന ഗ്രോത്ത് സ്ട്രാറ്റജീസ് ആണ്. ഈ ഗ്രോത്ത് സ്ട്രാറ്റജീസ് 4 ടൈപ്പ് ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോണം. ചോദിക്കുന്നതാ കേട്ടോ. ഇത് നിങ്ങൾ ഈ നോക്കിക്കോണം. മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് തന്നെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് തന്നെ ഇറക്കുന്നു. മാർക്കറ്റ് ഡെവലപ്മെന്റ്, പുതിയ മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്നു. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, അതായത് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുചെല്ലുന്നു. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ മാർക്കറ്റിൽ ന്യൂ പ്രൊഡക്റ്റുകൾ നമ്മൾ വിൽക്കുന്നു. ഓക്കെ, സോ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഓർഗനൈസിംഗ് പ്രോസസ് ഡസ് നോട്ട് കൺസിസ്റ്റ്. നമ്മൾ പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്, ഈ നമ്മുടെ മാനേജ്മെന്റിന്റെ പ്രോസസ്സ് പഠിച്ചതാ. അപ്പൊ അതില് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ വരാത്തത് ഇതിലേതാണ്?
ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്താ? പ്ലാനിങ് കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രോസസ്സ് ഓർഗനൈസിംഗ് ആണ്. അതായത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യും, നമുക്ക് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, എങ്ങനെ നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മൾ എങ്ങനെ നമ്മുടെ കമ്പനിയെ മാനേജ് ചെയ്യണം, നമ്മളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം ഓർഗനൈസ് ചെയ്യും, അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നതാണ്. നമ്മള് അല്ലെങ്കിൽ മെന്നും മെറ്റീരിയലും മെഷീനറിയും എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും. അവിടെ നമ്മൾ ആൾക്കാർക്ക് അതോറിറ്റീസ് കൊടുക്കും, ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിക്കും, ഡിപ്പാർട്ട്മെന്റുകളെ ലിങ്ക് ചെയ്യുന്നു, എല്ലാം ഒരു അറേഞ്ച്മെന്റുകളാ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ആക്ച്വലി ഓർഗനൈസിംഗിന്റെ അണ്ടറിൽ വരുന്നതല്ല. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് എന്താ? കൺട്രോളിംഗിൽ വരുന്നതല്ലേ പെർഫോമൻസ് അപ്രൈസൽ? കൺട്രോളിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ വരുന്നതല്ലേ? നമ്മൾ ലാസ്റ്റ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിനെ നമ്മുടെ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് നോക്കി കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നു. അതാണ് കൺട്രോളിംഗ്. അപ്പൊ കൺട്രോളിംഗിലാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്, ഓർഗനൈസിംഗിലല്ല. ഓക്കെ, ഈ ഒരു ചോദ്യം, ഇനിയുള്ള എല്ലാം സിമ്പിൾ ചോദ്യങ്ങളാ കേട്ടോ, വേഗം ഒന്ന് ആൻസർ ചെയ്തേ. ഗ്രേപ്പ് വൈൻ ഇൻ ആൻ ഓർഗനൈസേഷൻ ഡിനോട്ട്സ്. ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്? യെസ്, ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. യെസ്. Which among the following brings out the nature of organization behavior? ഇതിൽ ഏതാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? സിമ്പിൾ അല്ലേ? യെസ്, ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻസ്. യെസ്. ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്റ്റേജുകൾ കറക്റ്റ് സീക്വൻസ് ആയിട്ട് ഒന്ന് പറയാമോ? ഗ്രൂപ്പ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ആണ് കേട്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വേരിയസ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ്. യെസ്, ഓപ്ഷൻ സി ആണ്. ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ്, അഡ്ജേണിംഗ്, ഇങ്ങനെയാണ് ഗ്രൂപ്പ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജുകൾ വരുന്നത്. ആദ്യം നമ്മളൊരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് പോകും, ടീം മെമ്പേഴ്സ് തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നു. പിന്നുള്ളത് സ്റ്റോമിംഗ് ആണ്. സ്റ്റോമിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട് കാണും, കാരണം പലർക്കും പല അഭിപ്രായങ്ങളും പല ആറ്റിറ്റ്യൂഡുകളുമായിരിക്കും. അതാണ് സ്റ്റോമിംഗ്. നോമിങ്ങിലേക്ക് വരുമ്പോൾ അവരുടെ ആ ഒരു ചലഞ്ചുകളെയൊക്കെ മറികടന്ന് എല്ലാവരും ഒന്ന് ഒത്തുകൂടി ഒരു അഭിപ്രായത്തിലൊക്കെ എത്തി നിൽക്കും, അതാണ് നോമിങ്. ദെൻ പെർഫോമിംഗ് എന്ന് പറഞ്ഞാൽ ടീം ഒരുമിച്ച് അവരുടെ ഒരു ഹൈ പെർഫോമൻസിലേക്ക് കാഴ്ചവെക്കുന്നതാണ് പെർഫോമിംഗ്. ദെൻ അഡ്ജേണിംഗിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ബ്രേക്കപ്പ് ചെയ്യും, അതാണ് അഡ്ജേണിംഗ് സ്റ്റേജ്. ഓക്കെ. The next one, group with which an individual identify for the purpose of forming opinion and making decision. നമ്മൾ ഒപ്പീനിയൻസ്, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതും അതേപോലെ തന്നെ പല പല ഡിസിഷൻ എടുക്കുന്നതും നമ്മുടെ അഭിപ്രായങ്ങൾ ഫോം ചെയ്യുന്നതുമൊക്കെ ചില ഗ്രൂപ്പുകളെ കണ്ടിട്ടായിരിക്കും. അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ നമ്മളൊരു പേര് പറയുമല്ലോ. ഇപ്പൊ നമ്മൾ മറ്റൊരാളെ കണ്ടിട്ട്, ഒരാള് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടിട്ട് നമ്മൾ അതുപോലത്തെ ഡ്രസ്സ് മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ കണ്ടിട്ട് നമ്മൾ അതേപോലെ തീരുമാനം എടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പ്സിനെ നമ്മൾ യെസ് റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയും അല്ലെ? നമ്മൾ റഫറൻസ് പിക്ചർ എന്നൊക്കെ പറയുന്നത് പോലെ. യെസ്. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. മോട്ടിവേഷൻ തിയറി ബിലോങ്സ് ടു വിച്ച് ആസ്പെക്ട് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ? മോട്ടിവേഷൻ തിയറീസ് ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ ഏത് ആസ്പെക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും? സ്ട്രക്ചർ, ഇൻഡിവിജ്വൽ ബിഹേവിയർ, ലീഡർഷിപ്പ്, കൺട്രോൾ.
യെസ്, ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണ് അല്ലെ, ഇൻഡിവിജ്വൽ ബിഹേവിയർ, റൈറ്റ്. 2 ചോദ്യം കൂടെ ഉണ്ട്, ടൈം പോയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. ദ വേർഡ് സ്ട്രാറ്റജി ഒറിജിനേറ്റഡ് ഫ്രം. സ്ട്രാറ്റജി എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് എവിടുന്നാന്ന് നിങ്ങൾക്ക് അറിയാമോ? എക്കണോമിക്സ്, മിലിറ്ററി സയൻസ്, സൈക്കോളജി, സോഷ്യോളജി. യെസ്, മിലിറ്ററി സയൻസ് ആണ് കേട്ടോ. മിലിറ്ററി സയൻസിൽ നിന്നാണ് സ്ട്രാറ്റജി എന്ന് പറയുന്ന വേർഡ്. ഈ ആർമി അല്ലെങ്കിൽ മിലിറ്ററീസിലൊക്കെ ആയിരുന്നു പണ്ട് സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നത്. അവർക്ക് പല 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 സ്ഥലങ്ങളും കോൺകർ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ചെറിയ ചെറിയ സ്ട്രാറ്റജീസ് ആയിട്ട് അവരുടെ ഗോളുകളെ തരം തിരിച്ചിട്ട് ആ ഓരോന്നും അക്കംപ്ലിഷ് ചെയ്ത് അങ്ങനെ അവർ അവരുടെ ഫൈനൽ ഗോളിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഇതൊക്കെ മിലിറ്ററി സയൻസിൽ ഉണ്ടായിരുന്നതാണ് സ്ട്രാറ്റജീസ്. വേഗം അങ്ങ് പറഞ്ഞു പോവാട്ടോ, ടൈം കഴിഞ്ഞല്ലോ. മെക്കൻസി 7S മോഡൽ ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. ഏതാ? നമ്മൾ നേരത്തെ കണ്ടു. മെക്കൻസിയുടെ 7Sകളിൽ ഉൾപ്പെടുന്നത് ഏതാന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്ട്രാറ്റജി, സ്ട്രക്ചറും സ്റ്റൈലും ഒക്കെ നമ്മൾ മെക്കൻസിയുടെ 7Sനകത്ത് കണ്ടതാ. സ്റ്റോക്ക് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ മെയിൻ ടൂൾ ഫോർ മെഷറിംഗ് സ്ട്രാറ്റജിക് പെർഫോമൻസ്. നമ്മൾ കുറച്ചു മുന്നേ കണ്ടതാ. സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂള് ഫൈനാൻഷ്യൽ ഓഡിറ്റ്, ബാലൻസ്ഡ് സ്കോർ കാർഡ്, മാർക്കറ്റിംഗ് സർവേ, ബജറ്റ് റിപ്പോർട്ട്. സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ ചെയ്യാൻ നമുക്ക് ബാലൻസ്ഡ് സ്കോർ കാർഡ് നമ്മൾ കുറച്ചു മുന്നേ കണ്ടല്ലോ. പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ടൂൾ ആണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയോ? ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത മൊഡ്യൂള് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ 2ാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ നോക്കുന്നത്. എക്സാം അടുത്തത് കൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റ് നോക്കാം. അതിനകത്ത് ഇതേപോലെ പ്രീവിയസ് ഇയറിലെ എല്ലാ ചോദ്യങ്ങളും മാക്സിമം ചോദ്യങ്ങളും വർക്ക്ഔട്ട് ചെയ്യാം. അതിൽ കൂടെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇതേപോലെ ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.